ഹലോ ഫ്രണ്ട്സ്, വളരെ യാദൃശ്യമായിട്ട് നമ്മളെ നാട്ടിലെങ്കിലും കാണാത്ത സ്വാമിനെ നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവമായി ബന്ധപ്പെട്ട് പുള്ളിയോടേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് നമുക്ക് പുള്ളിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിനെ കാണിച്ചു തരാം. പുള്ളി ഇവിടെ തന്നെ ഉണ്ട്. അത് മാത്രമല്ല, പുള്ളി പ്രത്യേകം ബുള്ളറ്റിൽ നമ്മുടെ കേരളം മുതൽക്ക് എവിടെയാണ് കൈലാസം വരെ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നതാണ് പുള്ളിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സ്വാമിജി ഇവിടെ ഉണ്ട്. ജസ്റ്റ് നമുക്ക് എല്ലാവരും കൂടിയിട്ടുണ്ട്. പുള്ളിനെ കാണാൻ വേണ്ടി ഒരുപാട് പേരോട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സ്വാമിജി നമസ്കാരം. നമസ്കാരം. ആയതൊന്ന് നമുക്ക് പേരാന്ന് ജസ്റ്റ് അറിയേണ്ടത്. എൻ്റെ പേര് ക്ഷേമാനന്ദ് മഹാരാജ്. നാഥ് മഹാരാജ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ യാത്രകളൊക്കെ ഈ ബൈക്കിൽ തന്നെയാണോ? ഈ ബൈക്കിൽ തന്നെ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഇതിനാണ് നമ്മൾക്ക് ഇവിടെ എത്തിയിട്ടുള്ളത്. പുള്ളി ശരിക്കും നമ്മുടെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ ക്ഷേത്രത്തിലും പുള്ളി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അല്ലേ? എന്ത് ചാനലുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പുള്ളി അപ്പോൾ യാത്രകളൊക്കെ പുള്ളിയുടെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതിന്റെ ആ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാം. എന്താ നമ്മുടെ ചാനലിന്റെ പേരെന്നാണ്? പുണ്യയാത്ര എന്നാണ് ഇവിടെ തന്നെ ചാനലിലുണ്ട്. അപ്പോൾ യൂട്യൂബിൽ എല്ലാവരും ആ സെർച്ച് ചെയ്യണം. അപ്പോൾ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയൊരു വലിയ സന്തോഷം. അത് മാത്രമല്ല, ഈ കൈലാസത്തിലൊക്കെ നമ്മളൊക്കെ ഭയങ്കര ഒരു സംശയമാണ്. കൈലാസത്തിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തണുപ്പില് കാര്യങ്ങളൊക്കെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നുള്ളത്. പോയതാണ് 5 കൈലാസമുണ്ട്. 5 കൈലാസം. അപ്പൊ 5 കൈലാസം. കൈലാസം ശരിക്കും ഹിമാലയത്തിൽ തന്നെ അല്ലേ? ഹിമാലയം എന്ന് വെച്ചാൽ ഒരു സ്ഥലമല്ല, ഒരു നിരയാണ്. ഹിമാലയം എന്ന് പറഞ്ഞ സ്ഥലം മാത്രമേ. നമ്മളിപ്പം ഇവിടുന്ന് കണ്ണൂര്, തലശ്ശേരി, കോഴിക്കോട് അങ്ങനെ പറയുന്ന ഒരു സ്ഥലമല്ല.
ഹിമാലയം എന്ന് വെച്ചാൽ ഒരു നിരയാണ്. ഹിമാലയ നിരകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പോ എന്തായാലും സന്തോഷം, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലുള്ള നടാൽ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കുറ്റിക്കകം മഹാവിഷ്ണു ക്ഷേത്രം വയക്കാട്ടി. അവിടെ സ്വർണ്ണപ്രശ്നം നടക്കുകയാണ്. അവിടെ ബാലാലയ പ്രതിഷ്ഠയും നടക്കാൻ പോകുന്നു. 2022 ഏപ്രിൽ 3, 4, 5 തീയതികളിലാണ് ഈ സംരംഭം നടക്കാൻ പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. അതീവ പുരാതന കാലം മുതലേ ഉള്ള ഒരു മഹാക്ഷേത്രം. സ്വർണ്ണപ്രശ്നം വിധിപ്രകാരം പറയുന്നത് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പേ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ട് എന്നാണ്. ബാക്കിയുള്ള ഐതിഹ്യ കഥകളും അവിടുത്തെ ചരിത്രങ്ങളും നമുക്ക് ഇവിടുത്തെ ഭാരവാഹികളിൽ നിന്ന് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. സ്നേഹപൂർവം ആചാര്യൻ ശ്രീ അഘോരി ബാബാജി നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട പറയുകയാണ്. കുറ്റിക്കകം മഹാവിഷ്ണു ക്ഷേത്രം വയക്കാട്ടിയിലെ അനേകം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. അവിടുത്തെ ചിറ, അവിടെ തകർന്നു വീണു പോയ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ, പിന്നെ അവിടുത്തെ മണിക്കിണർ, അനേകം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ് ഈ വലിയൊരു ചിറയും കിടക്കുന്നത്. അത് ചുറ്റും മതിലുകൾ കെട്ടി പടകളും കെട്ടിക്കഴിഞ്ഞാൽ ധാരാളം പേർക്ക് അതിൽ കുളിക്കാനും വെള്ളം മറ്റുള്ള രീതികളിൽ ഉപയോഗിക്കുവാനും സാധിക്കുന്നതാണ്. എല്ലാവരുടെയും സഹകരണമുണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു മഹാക്ഷേത്രത്തിൻ്റെ അധീനതയിൽ ഉള്ളതാണ് ഈ കുളം. നമുക്ക് ഇവിടെ ചുറ്റും നമുക്കൊന്ന് കണ്ടു നോക്കാം. ചുറ്റും പായൽ പിടിച്ചിരിക്കുന്ന ഒരു വലിയൊരു ചിറ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ഒരുപാട് പേർ പണ്ട് കാലങ്ങളിൽ ഇവിടെ നിന്ന് നീന്തൽ പഠിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ ഭാരവാഹികൾ പറയുന്നത് കേട്ടു. ഇപ്പോഴാണ് ഇവിടുത്തെ ദേശവാസികൾ സ്വർണ്ണപ്രശ്നം വെച്ചിട്ട് ഇവിടുത്തെ എല്ലാ കഥകളും ചോദിച്ച് മനസ്സിലാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ വായ്മൊഴിയാൽ കേട്ടിട്ടുള്ള പല കഥകളും ഇന്ന് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇവിടുത്തെ ക്ഷേത്രഭാരവാഹികൾ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. കണ്ടു നോക്കിയപ്പോൾ അതീവ പുരാതന കാലം മുതലേ ഉള്ള ഒരു മഹാക്ഷേത്രം. ഏകദേശം എൻ്റെ കണക്ക് പ്രകാരം 2000 വർഷത്തിലധികം കാണാം അവിടുത്തെ കല്ലുകൊണ്ട് കൊത്തിയിട്ടുള്ള പണികളും കാര്യങ്ങളൊക്കെ. കണ്ടില്ലേ, പച്ച പിടിച്ചിരിക്കുന്ന വലിയൊരു തടാകം. ഇവിടെ ധാരാളം കുട്ടികൾക്ക് ഇനിയും നീന്തൽ കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇവിടുത്തെ ജലസ്രോതസ്സിൻ്റെ ഏറ്റവും പ്രധാനം ഈ കുളം തന്നെയാണ്. ധാരാളം പേർക്ക് ഇവിടെ നിന്ന് നീന്തം ഇനി പഠിക്കാൻ സാധിക്കും. അവിടുന്ന് ഒരു അമ്മ പറയുന്നത് കേട്ടു, ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ജലം ഈ കുളത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ കിണറും വറ്റാതെ പോകുന്നത് എന്ന്. ഇത് പിന്നീട് പുഴയിലേക്കാണ് ഒഴുകിപ്പോകുന്നതെന്നും പറയപ്പെടുന്നു. അതാണ് അതിന്ന് ഇപ്പൊ കുറച്ചാൾക്കാർ സ്ഥിരമായിട്ട് വരുന്നില്ല, വരുന്ന കാണുന്നില്ല, എന്താണെന്നറിയില്ല. 9 ആളുണ്ടായിരുന്നു. പത്മജ അല്ലേ പേര്? പുഷ്പജ സ്ഥലം എവിടെ പറഞ്ഞ? കീഴുന്ന. എത്ര മക്കളുണ്ട്? എനിക്ക് 3. എല്ലാവരും ഇതിൽ നല്ല സഹകരണം തന്നെ. നിങ്ങൾ എന്തായാലും ഓടി വന്ന് ഇത്രയും ചെയ്തല്ലോ. ഇനിയിപ്പം ബാക്കി അതിന്റെ ഗുണമൊക്കെ നിങ്ങളെ മക്കൾക്കും എല്ലാവരും കാണിക്കട്ടെ. ഇവിടെ അന്നദാനം വന്നിട്ടുണ്ടെങ്കിൽ ഭഗവതിന്റെ ഏറ്റവും അന്നപൂർണേശ്വരിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഉണ്ടെന്ന് അതിന്റെ തെളിവ്. നമ്മൾ ഇന്ന് അന്നദാനം ചെയ്യാമെന്ന് വിചാരിച്ചതല്ല. അല്ല പക്ഷെ ഇപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഏതോ ഒരു ക്ഷേത്രത്തിൽ ആൾക്കാർ ചെയ്യുന്ന പോലെയായി. നമ്മൾ ഇന്ന് അന്നദാനം നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഈ അന്നദാനം ഇന്നത്തെ ഇന്നുള്ള കൂട്ടർക്ക് കൊടുക്കാന്നുള്ളത്.
പക്ഷെ അത് എല്ലാവർക്കും മനസ്സും കുടലും പറഞ്ഞു. അന്നദാനം എന്ന് വെച്ചാൽ നിങ്ങള് സദ്യനല്ലേ കൊടുത്തത് ഇപ്പൊ അല്ല അങ്ങനല്ലേ പറഞ്ഞു? സദ്യ കൊടുത്തു. അതെ അതെ അതെ. അത് അവരെ കൂടി കഴിപ്പിച്ചു. അവര് കഴിഞ്ഞ ഇതിന് ഇല്ലത്ത് പോയി കഴിച്ചിട്ട് വന്നതാണ്. അവരിന്ന് അവരെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിപ്പിച്ചു. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. അത് നമുക്കൊരു ഭയങ്കര സന്തോഷം. അതെ അതെ. ഇത് പിന്നെ എത്ര കാലപ്പഴക്കമുണ്ടെന്ന് അറിയാം? 500 വർഷത്തിലധികം ഉണ്ടെന്ന് എന്നാ പറയുന്നത്. പക്ഷേ വേഴാപ്പറമ്പ വന്നു അലുവൻ. അപ്പൊ അവര് പറയുന്ന എത്രയോ വർഷം. പക്ഷെ ഇതിന്റെ കാലപ്പഴക്കം സ്വർണ്ണപ്പഴക്കം ഇതെല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാല് 2000 വർഷത്തിന് മേലെയാണ്. കാരണം ഇതിന്റെ കൽപ്പണിയെ നിങ്ങൾ കാണുന്നില്ല. അത്രയും കാലത്തെ പഴക്കങ്ങൾ, അതായത് അത്രയും കൊല്ലത്തെ പഴക്കമാണ് ഇതിന്റെ കൽപ്പണികളെല്ലാം ഉള്ളത് അല്ലേ? ഇതേ സ്ഥിതിയിലാണ്. അതെ അതെ. ഇന്നും ഈ സ്ഥിതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 62. അപ്പൊ നിങ്ങൾ 61 കൊല്ലം മുമ്പ് ഇതിങ്ങനെയാണെങ്കിൽ നമ്മള് കുട്ടിയിലെ ചെറിയ നിങ്ങളെ ഏകദേശം ഒരു 4-5 തലമുറക്ക് അപ്പുറമുള്ളത് തന്നെ ആയിരിക്കണത്. നമ്മളെ അമ്മേന്റെ അച്ഛൻ, അമ്മേന്റെ അമ്മ ഇവിടെ താമസിച്ചു. അമ്മേന്റെ അമ്മ ഇവിടെയാ താമസിച്ചത്. അവര് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പം മാമ നിൽക്കുന്ന ആ സ്ഥലം. അത് നമ്മളതാണ് താറവാട്. ഇത് മുകളിൽ ഇങ്ങോട്ട്. ഇന്നലെ ഇവിടെ ഒരു മറ്റേ പ്രശ്നത്തിൽ പറഞ്ഞു, പിന്നെ ഒരു ശ്മശാന ചെയ്തൊരു സ്ഥലം ഇവിടെയുണ്ട്. അത് ഇന്നലെ പ്രേതാത്മാക്കൾ ആവാഹിക്കുമ്പോൾ കിട്ടിയുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ അത് പറയുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രേതാത്മാക്കൾ ഇവര് പറഞ്ഞു ഇവിടെ മുന്നിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. അത് അവര് പിന്നെ ആവാഹിച്ചു. ഇതില് ഒരു ബ്രാഹ്മണ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. അത് ചവിട്ടി മുക്കി കൊന്നുന്നാണ് ശരിക്കും കണക്ക് പ്രകാരം പറയുന്നത്. പിന്നീട് എന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ മഹാവിഷ്ണു ബിംബവും കാര്യങ്ങളും ഇതിന്റെ നിധിയൊക്കെ ആ വില്ല കുളത്തിൽ ഉണ്ടാവണം. അതിനെടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ അതിലുണ്ടാവണം. അത് വലിയൊരു ചെറ തന്നെയല്ലേ അല്ലേ? വലിയ കടലായി അമ്പലത്തിന്റെ അതുപോലെ ഉണ്ട്. അത് കെട്ടിയിട്ടെല്ലാം കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടോ? ഒഴുക്ക് വരുന്നത് അല്ലേ? നമ്മള് കുട്ടിയായിരിക്കുമ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ? എവിടെ സ്ഥലത്തുണ്ടായത്? ഇതിപ്പോ ഇതിന്റെ ഒരു നാശം ഉണ്ടായിരിക്കുന്നത് സ്ത്രീ സംബന്ധമായിട്ടാണ്. ഒരു സ്ത്രീ സംബന്ധം എന്റെയൊക്കെ തോന്നിയതാണ് പറഞ്ഞത്. സ്ത്രീ സംബന്ധമായിട്ടാണ്. അങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ചുട്ടുകൊന്നിട്ടുണ്ട്, ചവിട്ടി മുക്കി കൊന്നിട്ടുണ്ട്. ഇങ്ങനത്തെ എല്ലാം കുറച്ച് ധാർഷ്ട്യത്തോട് അന്നത്തെ കാലഘട്ടത്തിലെ വലിയ വലിയ കൂട്ടർ ഈ പണി ഒപ്പിച്ചത്. ജാതി മതമൊന്നും പറയുന്നില്ല, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അന്നത്തെ കൂട്ടർ ചെയ്തതിന്റെ കൂലിയാണ് അവരെ തലമുറയായപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വിഗ്രഹം അടക്കം എടുത്തിട്ട് കൊണ്ടുപോയി ഇവിടെ ഒരുപാട് തിരുവാഭരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ പോയി എന്നറിയില്ല. അതെല്ലാം വരാനുണ്ട് ഇനി. പിന്നെ ഇതിപ്പോ എന്ന് വെച്ചാൽ നല്ല ശുഭകരമായിട്ടുള്ള നീക്കാന്ന്. ഇതേപോലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇപ്പം നിങ്ങളൊരു കിണർ നിർമ്മിച്ചു. ഇനിയിപ്പോൾ ഇതിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി, കുളത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പം ബാക്കി ക്ഷേത്രത്തിൻ്റെ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പും കുറച്ച് ഇതിൻ്റെ എല്ലാ ആൾക്കാരെ കുറേ ഇനി സംഘടിപ്പിച്ചെത്തിക്കുക. ക്ഷേത്രം വേഗം തന്നെ പുരാതന ക്ഷേത്രമായി തന്നെ അതേ കാലഘട്ടത്തിൽ അതേ രൂപത്തിൽ തന്നെ ഉണ്ടാക്കട്ടെ. അതെ ആയിരിക്കും. തറവുണ്ട് അങ്ങനെ തന്നെ. ആ തറേന്റെ ചുമരിന്റെ മേലോട്ടുന്നേ സംഭവം തുടങ്ങട്ടു. അതെ അതെ. തറ അനക്കം സംഭവിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ നോക്കണം. അതെ അതെ. പിന്നെ അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും അന്നദാനം കൊടുക്കേണ്ട സംവിധാനങ്ങൾ എല്ലാവരും കൂടി അപ്പോൾ മാസത്തിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നിവേദ്യം ഭഗവാൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം എന്തെങ്കിലും നമുക്ക് കുറച്ച് അന്നദാനം എന്താ വെച്ചാൽ 4 ദശം ആൾ വരും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭണ്ണാര സങ്കല്പം നിങ്ങൾ ചെയ്യാം. ചെറുതല്ല, അത് കുറച്ചും കൂടി ഒരു വലിപ്പം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ജനക്ക് ഏത് ദിവസം വരണ്ടേന്നും അത് എങ്ങനെ വരണ്ടേന്നും നിങ്ങളത് അതല്ല ആഴ്ചയിലല്ല, ഇപ്പൊ മാസത്തിലൊന്നാണ് നിവേദ്യം ആക്കി. നമ്മൾ സംക്രമം എല്ലാം പറഞ്ഞില്ലേ? സംക്രമം കഴിഞ്ഞിട്ട് 1-ാം തീയതി അല്ലേ? അന്നാണ് നിവേദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ജനങ്ങളോട് സംക്രമം കഴിഞ്ഞിട്ടുള്ള 1-ാം തീയതി എല്ലാ ജനങ്ങൾക്കും രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് വരാം അല്ലേ? രാവിലെയാണ് നിവേദ്യം ചെയ്യുന്നത്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഇനിയിപ്പോ ബാലാലയത്തേക്ക് മാറിയാൽ ബാലാലയത്തേക്കുണ്ടോ? അപ്പൊ അതിന്റെ പണി തുടങ്ങുമ്പോ അല്ലേ? അതിപ്പം ബാലാലയത്തിൽ നമ്മളിപ്പം മറ്റന്നാൾ 6-ാം തീയതി മാറ്റും. ഈ പീഠം മാറ്റും. അപ്പൊ പിന്നെ ചെയ്യുന്ന ബാലാലയത്തിലേക്കാണ്. നമ്മള് എല്ലാരും ഇത് എന്ന് പറഞ്ഞാൽ കണി നമുക്ക് അവിടെ പുതിയ വെച്ചിട്ട് കാണാന്നുള്ളത്. ഇപ്പൊ അതില് വിഗ്രഹം കൊണ്ടുവരുന്നില്ല, പീഠം മാത്രമേ ഉള്ളൂ. ഇല്ല, വിഗ്രഹം കിട്ടിയാൽ മാത്രമേ വിഗ്രഹം അത് അതിലുണ്ട്. അതുണ്ട്. ചിലപ്പോ അതിന്റെ കയ്യോ കാലോ നഷ്ടപ്പെട്ടു പോയെന്ന് പറയാൻ പറ്റും. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് പറയുന്നത് അല്ല, സ്വർണ്ണപ്രശ്നത്തിൽ പറഞ്ഞു. പക്ഷെ അതിലുണ്ടെന്ന് എന്റെ വിശ്വാസം. അതിലുണ്ടാവണമെന്നാണ് നമ്മളെയും വിശ്വാസം. അതിന്റെ ബാക്കിയുള്ള സാധനവും പെട്ടി ഇതെല്ലാം സംഭവങ്ങളെല്ലാം പൂജ മണി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തതിൽ വലിച്ചടിച്ച് ഓടിയതാണ്.
അപ്പം എന്താ പറയുക, പുറമേ നിന്ന് വന്ന് ടിപ്പു വന്ന് ചെയ്തതല്ല, നാട്ടിലെ ടിപ്പു ചെയ്തതാണ്. ചെയ്തതാണ്. അതുകൊണ്ടാണ് ടിപ്പുവിന്റെ പടവാച്ചൽ എന്ന് പറയും പോലെ. പറയും പോലെ ഇത് ഇവിടുത്തെ നാട്ടിലെ പടവാച്ചലിനോട് സംഭവിച്ചത്. എന്നാൽ ശരി, ഞാൻ ഇത് റൗണ്ട് അടിച്ചു വരുന്നു. ഓക്കെ ഓക്കെ. ഇവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബാലാലയം സ്ഥിതി ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ പീഠം എടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ താൽക്കാലികമായി പ്രതിഷ്ഠിക്കാൻ ഇവിടുത്തെ ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ ഉണ്ട് എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ഏതോ ഒരു കിണറിലോ അല്ലെങ്കിൽ കുളത്തിലോ ഉണ്ട് എന്നാണ് ഇവിടുത്തെ ഭാരവാഹികളിൽ ഒരാൾ പറഞ്ഞത്. കല്ല് കൊത്തിയത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അതീവ പഴക്കമുള്ള ഒരു മഹാക്ഷേത്രം തന്നെയായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രം. പിന്നെ എങ്ങനെയൊക്കെയോ കാലഹരണപ്പെട്ടുപോയി. വീണ്ടും അത് ഈ ദേശവാസികളുടെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള പ്രയത്നം കൊണ്ടാണ് തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. നല്ല പ്രവർത്തനമുള്ള നല്ല കമ്മിറ്റിക്കാരാണ് ഇപ്പോൾ ഉള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ. അവർ അഹോരാത്രം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് വേണ്ടുന്ന സഹായങ്ങൾ ദേശവാസികളും പുറമേൽ നിന്നും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ദേശത്ത് തകർന്നു പോയ ക്ഷേത്രങ്ങളൊക്കെ തിരികെ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഇത് മണിക്കിണറാണ് ക്ഷേത്രത്തിൻ്റെ. ഇപ്പോൾ ഈ ഭാരവാഹികൾ പുതുക്കി പണിഞ്ഞതാണ്. നേരത്തെ താഴെയിൽ കണ്ട ആ കിണറും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഞാൻ ഇവിടെ വരുമ്പോഴേക്കും ഇവിടുത്തെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുപോയി. എങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ മടങ്ങുവാൻ തീരുമാനിക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ പറഞ്ഞത് അന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ എന്ന്. അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിലും അത് സദ്യ തന്നെയായിട്ടാണ് അവർ കൊടുക്കുന്നത്. ധാരാളം ജനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ആ ഭക്ഷണം സന്തോഷകരമായി അവർ പോകുന്നത് കാണാം. ഈ ക്ഷേത്രത്തിന് ആരെങ്കിലും സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളുടെ സ്നേഹവും പെരുമാറ്റവും അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും കണ്ടാൽ മാത്രം മതി. അവർ അത്രയധികം കഷ്ടപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണിപ്പുരയിൽ അവർ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞാൻ പോകുകയാണ്. കണ്ണൂർ ശ്രീ സുന്ദരേശ ക്ഷേത്രത്തിൽ അവിടെ മഹോത്സവം നടക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് അതിവേഗം തന്നെ കണ്ടുവരാം അടുത്ത വീഡിയോയിൽ. എന്നാൽ താൽക്കാലികമായി ഞാൻ കുറ്റിക്കകം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വിട പറയുകയാണ്. എല്ലാവരോടും നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധാനത്ത് നിന്ന് ഇറങ്ങുകയാണ്. നല്ല നമസ്കാരം.